അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള നാരൊന്നും ഇല്ലാത്ത മാമ്പഴം നോക്കി എടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാമ്പഴമാണ്. മീഡിയം സൈസ് മാമ്പഴമാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മാമ്പഴം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് വേണ്ടത് 1.5 കപ്പ് മാങ്ങയുടെ പൾപ്പാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അളവ് കപ്പിന് ഇത് 1.5 കപ്പാണ് വേണ്ടത്. കറക്റ്റ് 1.5 കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 1/2 കപ്പ് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. 1 കപ്പാണ് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കേണ്ടത്. നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് മാങ്ങയുടെ പൾപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചോ പൊടിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പഞ്ചസാര. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെടുത്ത മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ചെറിയ തരിയുള്ള റവ എടുക്കുക. കുറച്ച് വലിപ്പമുള്ള തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവയെല്ലാം കുതിർന്നൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് പാല് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഒരു 2 കപ്പ് പാലിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലെടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തു. ഇനി പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽപ്പൊടി പാലുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാവും. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി പാലൊന്ന് തിളച്ച് വരണം. ഇളക്കി കൊടുക്കാം. ഫ്ലേവറിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. തിളച്ച് വന്നാൽ മാത്രം മതിയേ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അത് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, റവ എല്ലാം കുതിർന്ന് സോഫ്റ്റായി കുറച്ച് കട്ടിക്ക് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് മാറ്റി വെച്ചില്ലേ, തിളപ്പിച്ചിട്ട് ആറിയെടുത്ത പാലാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളത്. തിളപ്പിച്ചാറിയ ബാക്കി പാല് കുറച്ച് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഒരു ചെറിയൊരു കട്ടിക്ക്, അധികം ഒന്ന് ലൂസാവാൻ പാടില്ല. പാല് തിളപ്പിച്ചാറിയ പാലാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഒരുപാടങ്ങ് കട്ടിയാവാൻ പാടില്ല. ബാക്കി കുറച്ചായിട്ട് പാല് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ബാക്കി മുഴുവൻ പാലും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഇത് റെഡിയാക്കി എടുക്കാനുള്ളത്. 1/2 കപ്പ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് റെഡിയാക്കി എടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. പാല് തിളപ്പിച്ചപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് മധുരമാണ്. മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. തവ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വശം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് ഡ്രൈ ആയി വെന്ത് കിട്ടണം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഈ വശവും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ 2 വശവും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ട് മാറ്റി വെച്ച മാമ്പഴത്തിൻ്റെ പൾപ്പ് 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പാലിൻ്റെ ചൂട് മാറണം, എന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല കുറുകി ഇതായിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നട്ട്സ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് പാല് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചുട്ടെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഒരു ബൗളിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിൻ്റെ മിക്സിൻ്റെ, മാമ്പഴം ചേർത്ത പാലിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് അല്ലേ.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുകയാണ്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല പഞ്ഞി പോലെ നമുക്ക് സോഫ്റ്റ് ആവും. ഈ പാലിൻ്റെ മിക്സൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ ഇരിപ്പുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്